CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കേരള കൺവീനറുമായ EP ജയരാജൻ BJPയിൽ അംഗത്വമെടുക്കുന്നതിനായി BJPയുടെ പല നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയും എന്നാൽ അവസാന നിമിഷം അതിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയും ചെയ്തു എന്ന BJP കേരള നേതാവായ ശോഭാ സുരേന്ദ്രൻ്റെ പ്രസ്താവന സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇടതുമുന്നണിയിലും CPIMലും ഈ വിവാദ പ്രസ്താവന ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ വിശദമായ പത്രസമ്മേളനങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. എന്തായാലും ശരി, പ്രകാശ് ജാവ്ദേക്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പല കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ BJPയിൽ ചേരുവാനായിട്ടാണോ ആ കൂടിക്കാഴ്ച, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണോ അവിടെ ചർച്ച ചെയ്തത്? ഇത്തരം വിഷയങ്ങൾ, തെളിവുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതത്ര എളുപ്പവുമല്ല. പക്ഷേ ഈ വിവാദം ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇത് BJPയുടെ താല്പര്യത്തിന് അനുസൃതമാണോ ഇങ്ങനൊരു വിവാദം? കാരണം മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പല നേതാക്കന്മാരും ഇപ്പോൾ BJPയിലേക്ക് വരുന്നുണ്ട്. ഇനി ആരെങ്കിലും, അതായത് EP ജയരാജൻ ഉണ്ടായ ഈ അനുഭവം കണ്ടിട്ട് ഇനി ആരെങ്കിലും അതിന് തയ്യാറാകുമോ? ഒരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ നടത്തുന്ന ഈ പത്രസമ്മേളനങ്ങൾ പാർട്ടിയിൽ അവർ നടത്തുന്ന ഒരു സമ്മർദ്ദതന്ത്രമാണോ? അവർ മറ്റെന്തിനോ വേണ്ടിയിട്ട് പാർട്ടി നേതൃത്വത്തെ സമ്മർദ്ദത്തിലാഴ്ത്താനാണോ അവർ ഈ പത്രസമ്മേളനങ്ങൾ നടത്തുന്നത്? ഇനി ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ശോഭാ സുരേന്ദ്രനും EP ജയരാജനും, അല്ലെങ്കിൽ ദല്ലാൽ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും, ഇവരൊക്കെ തമ്മിലുള്ള ചില വ്യക്തിപരമായ പ്രശ്നങ്ങളും വിരോധങ്ങൾക്കും അതിനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ചില തിരിച്ചടികളാണോ ഇത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇത് കേരള രാഷ്ട്രീയത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന ആണെന്നതുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വിവാദമായ ഒരു പ്രസ്താവന ശോഭാ സുരേന്ദ്രൻ നടത്തുന്നത്. ആലപ്പുഴയിലെ ജനുവരി 26 നടന്ന ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ നിരവധി വിവാദ പത്രസമ്മേളനങ്ങൾ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയിരുന്നു. അതെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനെല്ലാം തുടക്കമിടുന്നത്. ഇതിനുള്ള തിരിച്ചടിയിൽ ശോഭാ സുരേന്ദ്രൻ EP ജയരാജൻ്റെ പേര് വെളിപ്പെടുത്തുന്നു. അപ്പോൾ അവർ പറയുന്നത് EP ജയരാജൻ അവരെ കാണാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു, ദല്ലാൽ നന്ദകുമാർ വഴി അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനെ തുടർന്ന് അവർ കൂടിക്കാണുന്നു. പിന്നീട് ആ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഒടുവിൽ BJPയിൽ അംഗത്വമെടുക്കുന്നതിന് വേണ്ടി EP ജയരാജൻ ഡൽഹിയിൽ എത്തിച്ചേരുന്നു. BJPയുടെ ഉന്നത നേതാക്കന്മാരും ഈ വിഷയം അറിയാമായിരുന്നു, അവരെ അറിയിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അംഗത്വമെടുക്കുന്ന തീയതിയുടെ തലേന്ന് ഒരു ഫോൺ കോൾ കേരളത്തിൽ നിന്ന് വരുന്നു. അദ്ദേഹം പരിഭ്രാന്തനാകുന്നു. EP ജയരാജൻ അദ്ദേഹം ഈ അംഗത്വം എടുക്കാനുള്ള ആ തീയതി ഒന്ന് നീട്ടിവെക്കണമെന്ന് പറയുന്നു. അത് നടന്നില്ല. ഇതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രന് ചില മാനക്കേടുകൾ ഉണ്ടായി കാണണം. കാരണം അവർ കേന്ദ്ര നേതൃത്വത്തെ, ഇടതുമുന്നണിയുടെ കേരളത്തിലെ ഒരു പ്രമുഖ നേതാവ് BJPയിലേക്ക് വരുന്നു എന്നുറപ്പ് കൊടുത്തതിന് ശേഷം അദ്ദേഹം പിന്മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രൻ്റെ ഉറപ്പിനെയും അവരുടെ വ്യക്തിത്വത്തിനുമൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അത് സംഭവിച്ചിട്ടുണ്ടാവണം. പക്ഷേ അവർ തൽക്കാലം അന്നൊന്നും ഇത് വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നീട് എന്തുകൊണ്ട് അവർ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വെളിപ്പെടുത്തി എന്നുള്ളൊരു ചോദ്യം, അതിനവർ മറുപടി പറയുന്നത് അവർക്കെതിരെ വ്യാജ ആരോപണങ്ങളുമായി ദല്ലാൽ നന്ദകുമാർ രംഗത്ത് വരുമ്പോൾ അത് EPയെ പോലുള്ളവരുടെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ പ്രേരണയാലാണ് എന്ന് ശോഭയ്ക്ക് തോന്നുന്നു. അതിനെ തുടർന്ന് ആണ് അവർ EPയുടെ പേര് പുറത്തു പറയാൻ നിർബന്ധിതയായത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഇനി അതിനുശേഷം ദല്ലാൽ നന്ദകുമാർ വീണ്ടും ഒരാരോപണം ഉന്നയിച്ചു. ശോഭാ സുരേന്ദ്രൻ
ഇടതുമുന്നണിയിലേക്ക് ചേക്കേറാൻ തയ്യാറായിരുന്നെന്നും വടക്കഞ്ചേരിയിൽ നിന്നും മത്സരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു, അതും ഇതുപോലെ അവസാന നിമിഷം നടന്നില്ല എന്നുമൊക്കെയാണ് ദല്ലാൽ നന്ദകുമാറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന. അപ്പോൾ എന്തായാലും ശരി, ഇതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത് ചില വ്യക്തികൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ വ്യക്തിപരമായ വൈരത്തിൻ്റെ അതിൻ്റെ ഒരു പരിണതഫലമാണ്. ഇതിൽ രാഷ്ട്രീയമായിട്ട് BJPക്ക് പ്രയോജനമുണ്ട് എന്ന് തോന്നുന്നില്ല. ഈ വിവാദത്തെക്കുറിച്ച് പ്രതികരിച്ച പ്രകാശ് ജാവദേക്കർ ഈ വിവാദത്തിൽ അധികം താല്പര്യമെടുത്തില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഡി രാജയും പ്രകാശ് സീതാറാം യെച്ചൂരിയും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ EP ജയരാജനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് എന്താണ് പ്രസക്തി? രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പര സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ പ്രകാശ് ജാവദേക്കറും തയ്യാറായിട്ടില്ല. ഇവിടെയുള്ള ഒരു ചോദ്യം, കേരളത്തിൽ നിരവധി മറ്റ് പാർട്ടികളിലെ നിരവധി നേതാക്കന്മാർ BJPയിലേക്ക് ഈയിടെ എത്തപ്പെട്ടിട്ടുണ്ട്. K. കരുണാകരൻ്റെ പുത്രിയായ പത്മജ വേണുഗോപാൽ ഈ അടുത്ത കാലത്താണ് BJPയിൽ അംഗത്വമെടുത്തത്. അതുപോലെ AK ആൻ്റണിയുടെ മകനായ അനിൽ ആൻ്റണി പത്തനംതിട്ടയിൽ നിന്നും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. BJPയുടെ കേരളത്തിലെ പ്രമുഖ സീറ്റുകളിൽ മത്സരിച്ച പലരും BJPയിൽ രാഷ്ട്രീയം തുടങ്ങി വരുന്നതല്ല. ഉദാഹരണത്തിന് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രിയാണ് ഇപ്പോൾ അദ്ദേഹം. പക്ഷേ അദ്ദേഹം ജനതാദളിൻ്റെ പ്രതിനിധിയായി ആണ് ആദ്യമായി രാജ്യസഭയിൽ എത്തപ്പെടുന്നത്. അപ്പോൾ ഇനി ഇത്തരം നേതാക്കന്മാർ BJPയിലേക്ക് വരുന്നതിന് മുമ്പ് അവർ 100 വട്ടം ആലോചിക്കില്ലേ? കാരണം EP ജയരാജൻ്റെ ഒരവസ്ഥ അവരെ അത്തരമൊരു നീക്കത്തിൽ നിന്നും പിന്തിരിപ്പിക്കില്ല. ഇതിൽ നഷ്ടമാർക്കാണ്? BJPക്ക് തന്നെയാണ്. കാരണം രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൽ ഇന്ന് ഒരു MLA പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ് BJP. O. രാജഗോപാൽ ഒരു തവണ നിയമത്തിൽ നിന്ന് ജയിച്ചതൊഴിച്ചാൽ BJP ഇതുവരെ കേരള നിയമസഭയിൽ BJPക്ക് അംഗങ്ങൾ ഉണ്ടായിട്ടില്ല. ലോക്സഭയിലാകട്ടെ NDAയ്ക്ക് ഒരു അംഗം ഒരു തവണ PC തോമസിലൂടെ ഉണ്ടായെങ്കിലും BJPക്ക് ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ കേരളത്തിൽ പറ്റിയിട്ടില്ല. അപ്പോൾ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ BJPയിലേക്ക് വരേണ്ടത്, പ്രത്യേകിച്ച് ജനസ്വാധീനമുള്ളവർ വരേണ്ടത് BJPയുടെ ആവശ്യമാണ്. ഇനി ഈ പത്രസമ്മേളനം അത്തരം ചിന്തകൾക്കൊക്കെ ഇടങ്കോലിടും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇനി ഏത് നേതാവും മടിക്കും. അപ്പോൾ ഇത് BJPയുടെ താല്പര്യത്തിന് അനുസൃതമല്ല. രണ്ടാമത്തേത്, CPIMനെ എതിർക്കുക അല്ലെങ്കിൽ തുറന്നു കാണിക്കുക എന്നാണ് ലക്ഷ്യമെങ്കിൽ EP ജയരാജൻ ഇന്ന് CPIMൽ വലിയ സ്വാധീനമുള്ള നേതാവൊന്നുമല്ല. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തെ മൂലക്കിരുത്തിയിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പലയിടത്തും പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിൽ പറയുന്നത്, അദ്ദേഹത്തിനേക്കാൾ വളരെ ജൂനിയറായ MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കി. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര നടത്തിയപ്പോൾ പല സമ്മേളനങ്ങളിൽ നിന്നും EP ജയരാജൻ വിട്ടുനിന്നു. EP ജയരാജന് വ്യവസായ മന്ത്രിയായിരുന്നു തുടക്കത്തിൽ. പക്ഷേ അദ്ദേഹത്തിന് ചില ആരോപണങ്ങളെ തുടർന്ന് മന്ത്രിസ്ഥാനം പോയി. അതീവ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന പിണറായി വിജയൻ പക്ഷേ ഒട്ട് രാജിവെക്കുന്നുമില്ല. അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പ്, EP പാർട്ടിയുടെ അല്ലെങ്കിൽ പിണറായിയുടെ ഇരട്ടത്താപ്പ് ഇതിൻ്റെ ദുരിതഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ല. CPIMൻ്റെ അദ്ദേഹം പിളർത്തിക്കൊണ്ട് ആളിനെ കൊണ്ടുവരാനൊന്നും അദ്ദേഹത്തിന് പറ്റില്ല. അപ്പോൾ EP പോലൊരു നേതാവിനെ ആക്രമിച്ചതുകൊണ്ടോ അദ്ദേഹത്തിനെ ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതുകൊണ്ടോ പ്രത്യേകിച്ച് BJPക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി അടുത്ത ഒരു വിഷയമെന്ന് പറയുന്നത്, ശോഭാ സുരേന്ദ്രൻ വളരെ ഗൗരവമായ ഒരു കാര്യം അവരുടെ അഭിമുഖങ്ങളിലും പത്രസമ്മേളനത്തിലുമൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് EP ജയരാജൻ BJPയിലേക്ക് ചേരുന്നതിന് ശോഭാ സുരേന്ദ്രനെ സമീപിച്ചത്? അദ്ദേഹത്തിന് വേണമെങ്കിൽ കേന്ദ്ര നേതൃത്വത്തെ നേരിട്ട് സമീപിച്ചു കൂടായിരുന്നു. അപ്പോൾ അതിന് ശോഭ പറയുന്നത് മറുപടി, ഇത്തരം കാര്യങ്ങൾക്ക് ചുമതലപ്പെടുത്തിയ ഒരു ടീമിലെ അംഗമാണ് ഞാനെന്നാണ്. അപ്പോൾ അത് വളരെ ഗൗരവമായൊരു ചോദ്യം ഇതിന് വഴി തുറക്കുകയാണ്. അതായത് മറ്റു പാർട്ടികളിലെ നേതാക്കന്മാരെ ചാക്കിട്ട് പിടിക്കാൻ BJPക്ക് ഒരു ടീമുണ്ടോ? അങ്ങനെയെങ്കിൽ അവരെന്തൊക്കെ ഓഫറാണ് കൊടുക്കുന്നത്? അത് പണം കൊടുത്താണോ ആൾക്കാരെ വാങ്ങുന്നത്? ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ രാഷ്ട്രീയ ശത്രുക്കളിൽ നിന്നും BJPക്ക് നേരിടേണ്ടി വരും. യഥാർത്ഥത്തിൽ BJPയെ പ്രതിക്കൂട്ടിലാക്കുകയാണ് ഇത്തരം നിരീക്ഷണങ്ങളിലൂടെ അല്ലെ അഭിപ്രായങ്ങളിലൂടെ ശോഭാ സുരേന്ദ്രൻ ചെയ്യുന്നത്.
കഴിഞ്ഞ കുറേ നാളായിട്ട് ശോഭാ സുരേന്ദ്രനും കേരള രാഷ്ട്രീയത്തിലെ ബി ജെ പിയിൽ നിന്ന് ചില അവഗണനകൾ നേരിടേണ്ടി വന്നു, അവർ പരാതിപ്പെട്ടിരുന്നു എന്നൊക്കെ പത്രവാർത്തകളുണ്ടായിരുന്നു. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ സംസ്ഥാന അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തെ ഒന്ന് സമ്മർദ്ദത്തിൽ ആഴ്ത്താനാണോ അവർ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ബി ജെ പി ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം എന്നുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് ബി ജെ പിയെ കൊണ്ടെത്തിക്കുകയാണോ ശോഭ ചെയ്യുന്നത്? കാരണം അവർ ഇനിയും ബി ജെ പിയുമായി ചർച്ച നടത്തി ഒരുപാട് നേതാക്കന്മാരുടെ പേര് പുറത്തു വിടുകയും പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്താൽ അത് ബി ജെ പിക്ക് പോലും നാണക്കേടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാം. അതാണോ അവരിപ്പോൾ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്? എന്തായാലും രാഷ്ട്രീയ പക്വതയുള്ളൊരു നേതാവ് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല എന്ന് തന്നെയാണ്, അത് വളരെ കൃത്യമായിട്ട് പറയാവുന്നതാണ്. കാരണം ഇതിലൊരു നൈതികതയുടെ പ്രശ്നമുണ്ട്. മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് വരുമ്പോൾ അവർക്ക് ചില കാരണങ്ങളാൽ ചിലപ്പോൾ ആ പ്രക്രിയ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റിയെന്നിരിക്കില്ല, ചിലപ്പോൾ ഭീഷണിയാകാം. ഇപ്പോൾ CPIM പോലെ ഉള്ളൊരു പ്രസ്ഥാനം TP ചന്ദ്രശേഖരനെ പോലുള്ളൊരു നേതാവിനെ 51 വെട്ടുവെട്ടി അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയത് അത് വലിയ ഒരു കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു വിവാദമായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ നിരവധി ദുരന്ത കഥകൾ നമ്മുടെ മുൻപിലും പിൻപിലുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങിയിട്ടാവാം അല്ലെങ്കിൽ പേടിച്ചിട്ടാവാം ചില നേതാക്കന്മാർ പെട്ടെന്ന് ബി ജെ പിയിൽ അംഗത്വം എടുക്കാതിരിക്കുന്നത്. അവരൊക്കെ തന്നെ അതിൻ്റെ പേരിൽ അവരെയൊക്കെ തന്നെ അപമാനിക്കപ്പെടുകയാണെങ്കിൽ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ബി ജെ പിക്കും ഭൂഷണമാണോ അത്തരം വെളിപ്പെടുത്തലുകൾ? എന്തായാലും അത്ര നല്ല ഒരു പ്രത്യാഘാതമല്ല ഈ ശോഭാ സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം മൂലം ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ 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 വ്യക്തമാണ്. ഇത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വമായിട്ടോ കേന്ദ്ര നേതൃത്വമായിട്ട് ആലോചിച്ചിട്ടാണോ അവർ ഈ പത്രസമ്മേളനങ്ങൾ നടത്തിയത്? അവർക്കുണ്ടായ വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകൾ, അതായത് ദലാൽ നന്ദകുമാറിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ, അതിന് മറുപടി പറയുമ്പോൾ അതിൽ ഇത്തരം വലിയ വിഷയങ്ങളെ അല്ലെങ്കിൽ കൂടുതൽ വിശാലമായ വിഷയങ്ങളെ വലിച്ചിഴയ്ക്കുന്നത് അത് വൈകാരികത നിമിത്തമാണോ അതോ അത് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണോ? ഇനി മറ്റൊരു സംശയമുള്ളത്, CPIM ഇന്നൊരു വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ EP ജയരാജനെ എതിരെ ഒരു പത്രസമ്മേളനം ചില വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഇതൊരു കാരണമാക്കി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള ചിലരുടെ നീക്കങ്ങളുടെ ഒരു ചട്ടുകമാവുകയാണോ ഇതിലൂടെ ശോഭാ സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നത്? വളരെ ഗൗരവമേറിയ ഒരുപാട് ചോദ്യങ്ങൾ ഈ വെളിപ്പെടുത്തലുകളിനെ തുടർന്ന് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുന്നത് പോലൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും EP ജയരാജൻ്റെ അവസ്ഥ അത്ര ശുഭകരമല്ല. അദ്ദേഹം ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയതുമില്ല എന്നുള്ളൊരു അവസ്ഥ അദ്ദേഹത്തിനുണ്ട്. ഒരുപക്ഷെ തൽക്കാലത്തെ അവസ്ഥയിൽ CPIM അദ്ദേഹത്തിനെ പോലൊരു നേതാവിനെ പുറത്താക്കിക്കൊണ്ട് പുതിയ വിവാദങ്ങൾക്ക് അവർ തുനിയില്ലായിരിക്കാം, തൽക്കാലം അവർ മിണ്ടാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളായിക്കൊണ്ട് ഇവരൊക്കെ തന്നെ വീണ്ടും മൗനത്തിൻ്റെ വാൽമീകത്തിനുള്ളിലേക്ക് കയറിപ്പോകുമോ? അതോ ഇത് മറ്റ് ചില രാഷ്ട്രീയ ചക്കളത്തി പോരുകൾക്ക് വീണ്ടും വഴിവെക്കുമോ? എന്തായാലും കാത്തിരുന്ന് കാണാം. അടുത്ത വിഷയം വരേക്കും നമസ്കാരം.